കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വിവേകമില്ലാതെ ചിന്തിക്കുന്നവരും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഉദരത്തിലെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നവരും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഭ്രൂണഹത്യക്കെതിരെ സന്ദേശവുമായി എത്തുന്നു ക്യൂൻ മേരീസ്, മരിയൻ തെരേസ, സെന്റ് മേരീസ് കുടുംബ കൂട്ടായ്മകൾ ഒന്നിച്ച ബത്ലഹേം മേഖല. സങ്കീർത്തനം 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ಸಕ್ಕತ್ತಾಗವಳೆ, ಸುಮ್ಮನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ. ಸಕ್ಕರೆ ನನ್ನ ಬೊಂಬೆ ಸಕ್ಕತ್ತಾಗವಳೆ. రసిక రాజు మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. ఏం రసిక రాజు మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. కుర్చీని మాట్లాడే കട്ട്. ആ മതി മതി. നോക്കട്ടെ കേട്ടോ, നോക്കട്ടെ ചേട്ടാ. ആ ഓക്കെ ആയി. എല്ലാവരും പാക്ക് ചെയ്തോ? ഹലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇനി എവിടേക്കും ഇല്ല പെണ്ണ് കാണാൻ. ഞാൻ പെട്ടിയിലായാലും എൻ്റെ കെട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ആരാടാ വിളിച്ചേ? ബ്രോക്കറായിരുന്നോ? ആ ഇവിടെ ഉണ്ടായിരുന്നോ എൻ്റെ അമ്മാമ്മേ? എടാ മോനെ, നിന്റെ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നാ എൻ്റെ ആഗ്രഹം. വയസ്സെത്രയായി? ഓരോ ആഗ്രഹങ്ങളെ. അമ്മാമ്മ ഒന്ന് പോയേ. മുട്ട് കുത്തി കൊന്തെത്തിച്ച് മുട്ടിന് തേയ്മാനം ഉണ്ടായിന്നല്ലാതെ എന്ത് കാര്യണ്ടായി? മനുഷ്യ, നിങ്ങളൊന്ന് മര്യാദയ്ക്ക് അന്വേഷിക്ക്. ചെക്കന് വയസ്സ് 36 കഴിഞ്ഞു. വലിയ പ്രതാപമൊന്നും വേണ്ട. ഒരു പെൺകൊച്ചിനെ എവിടെന്നെങ്കിലും കണ്ടുപിടിക്ക്. നിങ്ങളെല്ലാവരും കൂടി ഇനി എന്നെ പറഞ്ഞോ? കൊടുക്കാത്ത മാട്രിമോണി ഇല്ല, പറയാത്ത ബ്രോക്കർമാരില്ല. നമ്മുടെ ഷോപ്പിൽ വന്നു പോണ എല്ലാവരോടും അന്വേഷിച്ചു.
ഞാൻ എന്ത് ചെയ്യാനാ? ചെക്കന് എന്താ ഒരു കുറവ്? നല്ല തറവാട്, സമ്പത്തുണ്ട്, നല്ല സ്വഭാവം, ഒന്നാന്തരം ഒരു ബിസിനസ്സും, കാണാനും തിരക്കേടില്ല. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? എന്നിട്ടും ഒരെണ്ണത്തിനും ഇവനെ പിടിക്കണ്ടേ? എനിക്കറിയാൻ പാടില്ല, എന്നാലും എൻ്റെ കൊച്ചിന് ഈ ഗതി വന്നല്ലോ. എൻ്റെ മേരി, നീ ഒന്ന് പോയേ, ഞാനൊന്ന് 5 മിനിറ്റ് കിടക്കട്ടെ. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ എന്ത് ചെയ്യാനാ? എന്തു വേണേലും ചെയ്യാം, ഒരു വഴി കാണിച്ചതാ. കറിയാച്ചാ, കറിയാച്ചാ. ആരാ വിളിക്കണേ? മേരിക്ക് എന്താ ചിറക് മുളച്ചോ? കറിയാച്ചാ. ആരാ, മാലാഖയോ? ഗബ്രിയേലാണോ? അല്ല. എന്നാ മിഖായേൽ? അല്ലെന്നേ, ഞാൻ കറിയാച്ചന്റെ കാവൽ മാലാകയാ. എന്താ കറിയാച്ചന്റെ വിഷമം? എൻ്റെ മാലാകെ, ആ ചെക്കൻ്റെ കല്യാണം ഒന്നും ശരിയാവണ ലക്ഷണം കാണണില്ല. തറവാടും അന്തസ്സും പൈസയുമൊക്കെ ഉണ്ടായിട്ടും എന്താ കാര്യം? ഒരു അനന്തരാവകാശി ഇല്ലാതെ. തറവാടും അന്തസ്സും ഒക്കെ ശരി, ഒരു കൊലപാതകയുടെ മകന് ആര് പെണ്ണ് തരാനാ? കൊലപാതകിയോ? ആര്? എന്താ മാലാക പറയുന്നേ? ഞാൻ പറയാം. കറിയാച്ചൻ ഒന്ന് നോക്ക്. ഈ കുഞ്ഞുമാലാകയെ പരിചയമുണ്ടോ? നമ്മൾ തന്നെ ഇപ്പോഴാണ് പരിചയപ്പെട്ടത്, പിന്നെ എങ്ങനെയാ ഈ കുഞ്ഞുമാലാകയെ അറിയണേ? കറിയാച്ചൻ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. നോ അബോർഷൻ. ഇവിടെ ജനിക്കാതെ പോയ ഒരു പെൺകുഞ്ഞിന്റെ ഡയറി കുറിപ്പ്. ജൂൺ 16. ഞാനൊരു കുഞ്ഞി പൊട്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. ജൂൺ 22. ഇപ്പോൾ ഞാനൊരു കോശമായി. ജൂലൈ 5. അമ്മ അച്ഛനോട് പറയാണേ നമുക്കൊരു വാവ ഉണ്ടാവാൻ പോവാണെന്ന്. അമ്മയ്ക്ക് അച്ഛനും എന്നൊരു സന്തോഷമായെന്നോ. യോസിത്താലും നില നില നിലാമലോടി യോസിത്താലും നീതാൻ മനം തേടും മാൻവാളൻ പൂവായനേന്തും പൂവാലൻ എൻ മടിயின் மணவாளன் என தோன்றுதே செந்தூரா சேர்ந்தே செல்வோம் செந்தூரா എനിക്കിപ്പോ കുഞ്ഞി കൈയും കാലും വയറും ഒക്കെ വന്നല്ലോ. അമ്മയുടെ ഹൃദയമിടിപ്പ് ശബ്ദം എനിക്ക് കേൾക്കാം. വേഗം പുറത്തെത്തി എന്റെ അമ്മയെ കാണാൻ കൊതിയായി. പക്ഷേ പെൺകുട്ടിയെന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ അമ്മയുടെ മുഖം വാടിയെന്നൊരു തോന്നൽ. അമ്മ ഒന്നും കഴിച്ചിട്ടുമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. രാത്രി അച്ഛനും അമ്മയും പറയാണേ എന്നെ കൊന്നു കളഞ്ഞാലോന്ന്. എനിക്ക് വല്ലാതെ സങ്കടമായി. ഞാൻ കുറെ ഇളകി നോക്കി. ഇല്ല, എൻ്റെ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. എൻ്റെ പൊക്കൽക്കുടിയിൽ ചുറ്റി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. സെപ്റ്റംബർ 18. അച്ഛനും അമ്മയും ആശുപത്രിയിലേക്ക് പോകാണ് എന്നെ കളയാൻ. ഓപ്പറേഷൻ ടേബിളിൽ അമ്മയെ ഡോക്ടർ സൂചി വെച്ചപ്പോ
അമ്മയ്ക്ക് വേദനിച്ചപ്പോ എനിക്കും സങ്കടം വന്നു. പാവ എന്റെ അമ്മ. അരണ്ട വെളിച്ചത്തിൽ ഡോക്ടർ മൂർച്ചയുള്ള ആയുധങ്ങളുമായി എന്നെ നേർക്ക് വന്നപ്പോ ഞാൻ പേടിച്ചു മാറി. എന്റെ പ്രതിഷേധം വകവെക്കാതെ എന്റെ കുഞ്ഞു കാൽവിരലുകൾ അവർ ആദ്യം മുറുക്കിയെടുത്തു. വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു. പിന്നെ പിന്നെ എന്റെ കാലുകള്, കൈകള്, ഉടലുകൾ എല്ലാം 15 മിനിറ്റ് കൊണ്ട് അവർ കലക്കിയെടുത്തു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറന്നു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താരന്റെ ശോഭം. 4 മാസം പ്രായമുള്ള ഒരു ഭ്രൂണമായിരുന്നെങ്കിലും എനിക്കും ഉണ്ടായിരുന്ന ഒരു ആത്മാവ്. ജനരേഖകൾ കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ദൂരെ ഉള്ളോർക്കുടം പോലെ തേങ്ങി. അങ്ങനെ എന്റെ ആത്മാവും നിലാവിന്റെ കൽപ്പടവുകൾ കയറി യാത്ര തുടർന്നു. ഇനിയുള്ള കുറിപ്പിന് തീയതികളില്ല. കലണ്ടർ തൂങ്ങാത്ത ചുമരുകൾ ഇല്ലാത്ത ലോകം ആദ്യം എന്നെ പേടിപ്പിച്ചെങ്കിലും അതൊക്കെ മനസ്സ് തണുത്തുകൊണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ എന്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികൾ, കുഞ്ഞു ചേച്ചിമാർ, അമ്മയുടെ രൂപം തോന്നുന്ന കുറെ അമ്മമാർ അവരെന്നെ ഓടി വന്ന് കോരിയെടുത്തു, ഉമ്മ വെച്ചു. കൺകൾ നീയേ, കാറ്റും നീയേ, തോടും നീ, തുറമ്പിൽ നീ, വണ്ണം നീയേ, വാനും നീയേ, ഊടും നീ, ഉയരും നീ. പല നാൾ കനവേ, ഒരു നാൾ നനവേ, ഏക്കങ്ങൾ തീർത്തായേ, എதையே பிழிந்து உன்னை நான் எடுத்தேன். நான் தான் நீ வேறில்லை. முகமிழைத்தாள் அதில் முத்தத்தாள் ஒரு வெண்பாவை நான் செய்தேன் கண்ணே. இதழெச்சில் நீ எனும் தீர்த்தத்தாள் அதில் திருத்தங்கள் நீ செய்தாய் கண்ணே. അമ്മേ, അമ്മേ, അമ്മ കരയണ്ട കേട്ടോ. അമ്മയ്ക്കൊരു വാവേനെ തരാൻ ഞാൻ ദൈവത്തോട് പറയാം. പക്ഷേ അതും പെൺകുട്ടിയാണെങ്കിൽ എന്നോട് ചെയ്തതുപോലെ ചെയ്യല്ലേ കേട്ടോ. നല്ല വേദന എടുത്തു, കാലും കൈയും വേദന എടുത്തു. സങ്കീർത്തനം 127:3. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. മേരി, എന്താ? മേരി, നമ്മൾ കൊന്നുകളഞ്ഞ നമ്മുടെ മകളെ ഞാനിന്നൊരു സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ശരിയാ, ദാനമായി തന്ന പെൺകുഞ്ഞുങ്ങളെയെല്ലാം മുളയിലെ നുള്ളിക്കളഞ്ഞിട്ട് വളർത്തി വലുതാക്കിയ ആൺമക്കൾക്ക് പെണ്ണ് കിട്ടാനില്ലെന്ന് തമ്പുരാനോട് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കും ഒന്ന് കുമ്പസാരിക്കണം. എൻ്റെ മനസ്സും ഒരുപാട് നാളായി അസ്വസ്ഥമായിട്ട്. എങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. എന്തായാലും നീ കുമ്പസാരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന്റെ കല്യാണം ശരിയായി. എനിക്ക് സന്തോഷമായി.
ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ താരം നിന്നെ കണ്ടാലമ്പും മില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോറും ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടം ചേരാക്കാൻ നല്ല തക്കാറുണ്ട് കരുനീളെ പന്തൽ കട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്ന നാൾ വാഴ്ത്ത്